വർക്കൗട്ടിന്റെ ഏറ്റവും അണ്ടർറേറ്റഡ് ഭാഗം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് കൂൾ ഡൗൺ ആണെന്ന്. ജിമ്മിലോ വീട്ടിലോ നല്ല കട്ടയ്ക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡ്രസ്സ് മാറി അടുത്ത പരിപാടിക്ക് പോകുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണിയിലെ ഏറ്റവും വലിയ അബദ്ധമാണിത്. കഠിനമായ എക്സസൈസിന് ശേഷം ബോഡി പ്രോപ്പറായി കൂൾ ഡൗൺ ചെയ്യാതിരുന്നാൽ അത് നിങ്ങളുടെ ജോയിൻസിനും മസിൽസിനും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാക്കാം. നമ്മൾ ഹെവിയായി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും കൂടുതലായിരിക്കും. അവിടെ നിന്ന് പെട്ടെന്ന് ഒരു ബ്രേക്ക് ഇല്ലാതെ വർക്കൗട്ട് നിർത്തുമ്പോൾ രക്തം പേശികളിൽ കെട്ടിക്കിടക്കാൻ, അതായത് ബ്ലഡ് പൂളിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസിൽ ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ അത് പ്രോപ്പറായിട്ട് പോകണമെങ്കിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെയെങ്കിലും ലൈറ്റ് സ്ട്രെച്ചസ് അല്ലെങ്കിൽ കൂൾ ഡൗൺ ആവശ്യമാണ്. ഇത് ചെയ്യാതിരുന്നാൽ അടുത്ത ദിവസങ്ങളിൽ കടുത്ത മസിൽ പെയിനും ജോയിന്റ് സ്റ്റിഫ്നെസ്സും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, വാമായിരിക്കുന്ന മസിൽസിനെ പതുക്കെ റിലാക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ലിഗമെന്റ് ഇഞ്ചുറീസിനും ടെൻഡൻ ഇഞ്ചുറീസിനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വർക്കൗട്ട് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് നിർത്താതെ ഒരു 5 മിനിറ്റ് സ്ലോ വാക്കിങ്ങോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്റ്റാറ്റിക് സ്ട്രെച്ചസോ ചെയ്ത് നിങ്ങളുടെ ബോഡിയെ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരിക. ഇത് നിങ്ങളുടെ ജോയിന്റ് ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും ഇഞ്ചുറികൾ ഒഴിവാക്കാനും സഹായിക്കും.